ഇനി എൻ്റെ കെട്ടിയവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും ഞങ്ങളുടെ പ്രണയം തൊട്ട് പറഞ്ഞു തുടങ്ങണം. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒട്ടും ഭാഗ്യമില്ല, എൻ്റെത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ചമ്മി പോയല്ലേ? വിഷമിക്കേണ്ട, ഈ സ്റ്റാൻഡപ്പ് കഴിയുമ്പോൾ കമൻറ്റ് ചെയ്തിട്ട് ഞാനും ചമ്മും, അപ്പം നിങ്ങൾക്ക് ചിരിക്കാം. അപ്പോൾ പിന്നെ എന്തായാലും പ്രണയമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണ് കാണലോട്ട് നമുക്ക് തുടങ്ങാം. ഈ പുള്ളിക്കാരനുണ്ടല്ലോ, പെണ്ണ് കാണാൻ വരുമെന്ന് ബ്രോക്കർ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസമാണ്. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ഭയങ്കര സെറ്റപ്പായിട്ട് ഒരുങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രോക്കർ വിളിച്ചിട്ട് പറയുന്നത് പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റില്ല, പിന്നെ ഒരു ദിവസം വരാമെന്ന്. ഞാനാണെങ്കിലോ കോളേജിൽ പോകുന്നതുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ കുളിക്കത്തുള്ളൂ. ശനി ഞായർ ഞാൻ കുളിക്കത്തേ ഇല്ല. ഈ പുള്ളി വരുന്നതാ ഞായറാഴ്ച വൈകിട്ടെന്ന്. ഏകദേശം എന്നെ കാണാൻ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയിലെ നമ്മുടെ രേവതി ചേച്ചിയുടെ ഒരു ലുക്കിൽ ഞാൻ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ബ്രോക്കർ വിളിച്ചിട്ട് പറയാം, ആ പയ്യൻ വരുന്നുണ്ട്, റെഡിയാവാൻ. കുളിക്കാൻ താല്പര്യമില്ല, എന്നാലും ഞാൻ വിചാരിച്ച മനസ്സോടെ 2 കപ്പ് വെള്ളം ഒഴിക്കാന്ന് വെച്ച് പോയി. 1 കപ്പ് എടുത്ത് ഒഴിച്ചില്ല, അപ്പോഴേ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞ് വിളിച്ച്. പിന്നെ തലയൊക്കെ തുടച്ചിട്ട് ഞാനിങ്ങനെ കയറി വന്നു. അപ്പം അമ്മ, മോളെ ചായ കൂടെ എടുത്തോണ്ട് വാ. ഈ അമ്മയ്ക്ക് അറിയാം എനിക്ക് ചായ കുടിക്കാൻ മാത്രമേ അറിയൂ, ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്. പിന്നെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചത് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അങ്ങനെ നേരെ അടുക്കളയിൽ ചെന്നു. ഉണങ്ങി ചുക്കടിച്ച് കിടന്ന ഒരു നാരങ്ങ കിട്ടി. ഞാനത് പിഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരൻ പഞ്ചസാരയാണോ അതോ ഉപ്പാണോ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും അതിനകത്ത് ഇടാൻ നിന്നില്ല, നേരെ ഇതങ്ങ് കൊണ്ടു കൊടുത്തു. എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വട്ടം വരച്ചു. ആ പുള്ളി എന്നെ നോക്കിക്കൊണ്ട് അത് കുടിച്ചു. എന്നെ നോക്കിയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഉപ്പ് അറിഞ്ഞില്ല, പഞ്ചസാര ഉണ്ടോ ഒന്നും അറിഞ്ഞില്ല. നല്ല അമൃത് കുടിക്കുന്നത് പോലെ അതങ്ങ് വിഴുങ്ങി. എന്നെ ഒരു കുറ്റവും പറഞ്ഞില്ല. അതോടെ ഞാൻ തീരുമാനിച്ചു ഈ പുള്ളിക്കാരനെ തന്നെ കെട്ടത്തോളന്ന്.